ഹലോ ഓൾ വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2ാം ക്ലാസ്സിൻ്റെ മാത്തമാറ്റിക്സ് ആണ്. മാത്തമാറ്റിക്സ് ഇംഗ്ലീഷ് മീഡിയം കുട്ടികളുടെ ക്ലാസ് ആണിത്. ഇംഗ്ലീഷ് മീഡിയംകാർക്കുള്ള മാത്സിൻ്റെ ക്ലാസ് ആണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് പ്രെറ്റി റിലേഷൻസ്. ചാപ്റ്റർ 10 പ്രെറ്റി റിലേഷൻസ് ആണ്. പ്രെറ്റി റിലേഷൻസ് എന്ന ചാപ്റ്ററിലെ ആക്ടിവിറ്റീസ്, അതിൻ്റെ ഉത്തരങ്ങൾ എല്ലാം വിശദീകരിച്ച് നമ്മൾ ഈ ക്ലാസ്സിൽ പറയുന്നതായിരിക്കും. അപ്പോൾ എല്ലാ 2ാം ക്ലാസ്സിലെ കുട്ടികൾക്കും നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് നോക്കിയാലോ, പ്രെറ്റി റിലേഷൻസ്. ആദ്യം തന്നെ നിങ്ങൾക്ക് ഇവിടെ ഒരു സ്കൂൾ തന്നിട്ടുണ്ട്. സ്കൂളിൽ നിങ്ങളെപ്പോലെ തന്നെയുള്ള കുറേ കുട്ടികളുടെ ചിത്രവും തന്നിട്ടുണ്ട് അല്ലേ. അപ്പം നമുക്ക് നോക്കാം. പ്രെറ്റി റിലേഷൻസ്. ബീഡ് ഗെയിം. ആദ്യം തന്നെ ഒരു ബീഡ് ഗെയിമാണ്. ദർ ഇസ് എ ഹീപ്പ് ഓഫ് ബീഡ്സ്, ഈച്ച് പ്ലെയർ ടേക്ക് സം. അപ്പോൾ ഒരു എന്തുണ്ട്, ബീഡ്സിൻ്റെ കുറച്ച് കാര്യങ്ങൾ എല്ലാവരും മുന്നിൽ വെച്ചിട്ടുണ്ട്. എല്ലാ പിള്ളേരും ഓരോരുത്തരും കുറച്ച് കുറച്ച് എടുക്കും അല്ലേ. ഇഫ് ദേ ക്യാൻ ബി സ്പ്ലിറ്റ് ഇൻ ടു സെറ്റ്സ് ഓഫ് 2 വിത്ത് നത്തിങ് ഓവർ, ദെൻ ദ പ്ലെയർ ഗെറ്റ്സ് എ പോയിന്റ്. Sumo got 16 beads. Does she get a point? See how many beads other got. അപ്പോൾ സുമയ്ക്ക് 16 മുത്തുകളാണ് കിട്ടിയത്. അപ്പോൾ അവൾക്ക് പോയിന്റ് ലഭിച്ചിട്ടുണ്ടാവുമോ? ബാക്കിയുള്ളവർക്ക് എത്ര ബീഡ്സ് ആണ് ലഭിച്ചത്? അപ്പോൾ 7 ഉണ്ട്, 22, 11, 10, 12, 14, 25, 18, 20, 19 എല്ലാം അവിടെ തന്നിട്ടുണ്ട്. Which of these can be split into sets of 2 without anything remaining? അപ്പോൾ നമുക്ക് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യണം, ബാക്കിയൊന്നും വരാനും പാടില്ല കേട്ടോ. അപ്പോൾ അതിലെ നമ്പേഴ്സ് 22, 10, 12. അതായത് ഈ 22 എന്ന് പറയുമ്പോൾ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ 11 ആയിട്ട് വരും. നമുക്ക് അതിൽ ബാക്കിയൊന്നും വരില്ല. അതേപോലെ തന്നെ 10ന് നമുക്ക് കറക്റ്റ് തുല്യമായിട്ട് 5 ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റും അല്ലേ. 12നെ പറ്റും 6 ആയിട്ട്. 14നെ നമുക്ക് 7+7 ആയിട്ട് കട്ട് ചെയ്യാം. 18നെ നമുക്ക് 9+9 ആയിട്ട് കട്ട് ചെയ്യാം. 20ക്ക് നമ്മൾ 10+10 ആയിട്ട് കൊടുക്കാം. ആൻഡ് വിച്ച് ഓഫ് ദം ലീവ് 1. ഇനി നമുക്ക് ഒരെണ്ണം ബാക്കി വരുന്നത് ഏതൊക്കെയെന്നുള്ളത് നോക്കണം. വെൻ സ്പ്ലിറ്റ് ഇൻ ടു സെറ്റ്സ് ഓഫ് 2. 2 സെറ്റുകളാക്കുമ്പോൾ ഒന്ന് ഒറ്റയ്ക്ക് നിൽക്കും. അങ്ങനെയുള്ളത് ഏതൊക്കെയാ? 7, 11, 25, 19. ഇതിനെ നമുക്ക് കറക്റ്റ് ഹാഫ് ആക്കാൻ പറ്റില്ല. നമ്മൾ അങ്ങനെ പകുതി ആക്കുമ്പോൾ ഒരെണ്ണം എക്സ്ട്രാ വന്ന് നിൽക്കും കേട്ടോ. റൈറ്റ് സം അതർ നമ്പേഴ്സ് ലീവിങ് 1 വെൻ ഡിവൈഡഡ് ഇൻ ടു സെറ്റ്സ് ഓഫ് 2. അപ്പം നമ്മൾ 2 സെറ്റ് ആക്കുമ്പോൾ ഒന്ന് ബാക്കി വരുന്നതും വിതൗട്ട് റിമൈനിങ് വെൻ ഡിവൈഡഡ് ഇൻ ടു സെറ്റ്സ് ഓഫ് 2. 2 ഭാഗമാക്കുമ്പോൾ ബാക്കി ഒന്നും വരാത്തതും. അങ്ങനെ നമുക്ക് 2 ഗ്രൂപ്പ് ആക്കാം. ആദ്യം ലിവിങ് 1 വെൻ ഡിവൈഡഡ് ഇൻ ടു സെറ്റ്സ് ഓഫ് 2 ആണെങ്കിൽ അതിൽ വരുന്നത് 3, പിന്നെ 5, 9, 13, 15 വരും. നെക്സ്റ്റ് റിമൈൻഡർ ഒന്നും വരാണ്ട് നിൽക്കുന്നത് 2, 4, 6, 16, 24 വരും. ഓക്കെ, അടുത്തത് 1, 3, 5, 7. നെക്സ്റ്റ് നമ്പർ ഇത് 2 വെച്ചിട്ട് ആഡ് ചെയ്ത് പോണ ടേബിൾ ആണ്. 1+2 ചെയ്യുമ്പോൾ 3, 3+2 ചെയ്യുമ്പോൾ 5, 5+2 ചെയ്യുമ്പോൾ 7, 7+2 ചെയ്യുമ്പോൾ, അതായത് ഈ +2 പറയണത് 2 കൂട്ടുക എന്നാണ് കേട്ടോ. അപ്പം നിങ്ങൾ 7 കഴിഞ്ഞിട്ട് 8, 9 അങ്ങനെ 9 വരും. 9 കഴിഞ്ഞിട്ട് 2 കൂട്ടുക, അത് കഴിഞ്ഞ് 10, 11. അപ്പം 11 വരും. 11 കഴിഞ്ഞിട്ട് 2 ആഡ് ചെയ്യുക, അപ്പോൾ 11 കഴിഞ്ഞ് 12, 13 വരും. ആർ കാൾഡ് ഓഡ്. ഇതെല്ലാം എന്താണ്? ഓഡ് നമ്പേഴ്സ് ആണ്. നെക്സ്റ്റ് വരുന്നത് 2, 4, 6, 8 ആണ് അല്ലേ. അപ്പോൾ 2+2 4 ആണ്. 4+2 6 ആണ്. 6+2 8 ആണ്. അടുത്തത് 8+2 എന്ത് വരും? 10 വരും അല്ലേ. 10+2 12, 12+2 14 വരും. ആർ കോൾഡ് ഈവൺ നമ്പേഴ്സ്. ഇതിനെ നമ്മൾ ഈവൺ നമ്പേഴ്സ് എന്ന് പറയും. ഇനി സം ഓഫ് ഡിജിറ്റ്സ് ആണ്. മിയ ഈസ് തിങ്കിങ് അബൌട്ട് പ്രോബ്ലംസ് ടു ആസ്ക് അറ്റ് ദ മാത്ത് ക്ലബ് മീറ്റിംഗ്. അപ്പോൾ any interesting problem? How about this? Find 2-digit number with sum of digits 10. 19. 1 and 9 is 10 like this, right? Find some more like this. അപ്പോൾ ഈ കുട്ടികൾ എന്ത് ചെയ്യാണ്? മാത്സ് ക്ലബിൻ്റെ മീറ്റിംഗ് നടക്കുകയാണ്. അപ്പോൾ അവിടെ ചോദിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്? പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യാണ്. അപ്പോൾ ആ കുട്ടിയോട് ചോദിക്കുക, ബോയിനോട് ചോദിക്കും, എന്തെങ്കിലും പ്രോബ്ലംസ് ഇതുപോലെ ഉണ്ടോ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത്?
അപ്പോൾ അവൻ പറയും ഹൗ അബൌട്ട് ദിസ് എന്ന് പറഞ്ഞിട്ട് പറയാണ് ഫൈൻഡ് എ നമ്പർ 2 ഡിജിറ്റ് നമ്പർ, ഫൈൻഡ് എ 2 ഡിജിറ്റ് നമ്പർ, ഒരു രണ്ടക്ക സംഖ്യ, അതിന്റെ സമ്മ്, ആ രണ്ടക്ക സംഖ്യകൾ കൂട്ടുന്ന സമയത്ത് സം എന്ത് വരണം, സം ഓഫ് ഡിജിറ്റ്സ് 10 വരണം. ഓക്കെ, അപ്പോൾ നോക്കൂ 19 എടുത്തു, 19 ഈ 1ഉം 9ഉം കൂട്ടിയ 10 വരുന്ന കണ്ടോ, ലൈക്ക് ദിസ് റൈറ്റ്. ഫൈൻഡ് സം മോർ ലൈക്ക് ദിസ്, ഇതുപോലത്തെ കുറച്ച് കണ്ടുപിടിക്കൂ എന്നാണ് പറയുന്നത്. 2 ഡിജിറ്റ് നമ്പേഴ്സ് ഹൂസ് ഡിജിറ്റ്സ് ആഡ് അപ് ടു 10 ആണ്. അപ്പോൾ 10 വരുന്ന വരെയുള്ള 2 ഡിജിറ്റ് നമ്പറുകളാണ് കേട്ടോ ഈ കാണിക്കുന്നത്. അപ്പോൾ 19 1 + 9 ചെയ്താൽ നമുക്ക് 10 വരും, 2 + 8 ചെയ്താൽ 10 വരും, 3 + 7 ചെയ്താൽ 10 വരും, 46 അതിൽ 4 + 6 ചെയ്താൽ 10 വരും, 55 ആ 5 + 5 ചെയ്താൽ 10 വരും, 64 6 + 4 ചെയ്താൽ വരും, 73 7 + 3 ചെയ്താൽ വരും, 82 8 + 2 ചെയ്താൽ വരും, 91 9 + 1 ചെയ്താൽ 10 വരും. റൈറ്റ് ദീസ് നമ്പേഴ്സ് ഇൻ ഓർഡർ ഫ്രം ദി സ്മോളസ്റ്റ് ടു ദ ലാർജസ്റ്റ്. അപ്പോൾ നിങ്ങൾ ഈ എഴുതി വെച്ചിരിക്കുന്നതിന് ഏറ്റവും ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതൂ. 19 28 37 46 55 64 73 82 91. What is the relation between one number and the next? അപ്പോൾ ഒരു നമ്പറും അടുത്ത നമ്പറും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് എഴുതണം. The difference between the digits of each number is an even number ആണ്. അപ്പോൾ എന്താ വരിക? The difference between the digits of each number is an even number. അടുത്ത ലെറ്റ്സ് ചേഞ്ച് ദി ഓർഡർ ആണ്. സി വാട്ട് മിയ ഹാസ് റിട്ടൺ ഇൻ ദ ചാർട്ട് ആണ്. അപ്പോൾ ഈ ചാർട്ടിൽ മിയ എന്താണ് എഴുതിയിരിക്കുന്നത് നോക്കാം. നമുക്കപ്പോൾ 8 + 9 17, 9 + 8 17 തന്നിട്ടുണ്ട് അല്ലേ. അതായത് ഒരു നമ്പറിന് 8ഉം 9 തന്നെയാണ്, ആദ്യം 8 + 9 ചെയ്യുക, അതേ നമ്പറിനെ തിരിച്ചിടുക, 9 + 8 ചെയ്യുക, അങ്ങനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അടുത്ത് നോക്കൂ, 23ഉം 11ഉം എടുത്തു, 23 + 11 34 ആണ്, 11 + 23 34 ആണ്. അടുത്ത 45 + 23 68 ആണ്, 23 + 45 68 ആണ്. ലുക്ക് അറ്റ് ദിസ് റോ, വാട്ട് ഡു യു സീ? ചേഞ്ചിങ് ദ ഓർഡർ ഓഫ് നമ്പേഴ്സ് ഡസൻറ്റ് ചേഞ്ച് ദ സം. അപ്പോൾ നമ്മൾ ഈ നമ്പേഴ്സിന്റെ ഓർഡർ ചേഞ്ച് ആവുന്നതിനനുസരിച്ച് അതിന്റെ സമ്മിലൊന്നും മാറ്റമില്ല കേട്ടോ. ചെക്ക് അതർ സംസ്, റൈറ്റ് ദം ഇൻ യുവർ നോട്ട്ബുക്ക്. ആഡിങ് വൺ നമ്പർ ടു ദ നെക്സ്റ്റ് ആണ്. 1 + 2 3 ആണ്, 2 + 3 5, 3 + 4 7, 6 + 7 13. അടുത്തത് 8 + 9 എന്ത് വരും? 8 + 9 പറയുന്നത് നമുക്കതിൽ സൈഡിൽ അതേപോലത്തെ നമ്പേഴ്സ് എഴുതി കാണിക്കാം. 8 + 9 17 വരും, 10 + 11 എന്ത് വരും? 21, 12 + 13 25, 15 + 16 31. Mia and friends added each number to the next and wrote down the sums. Can you continue this? Not anything special about the sums. The sum of two consecutive natural numbers will always be an odd number. അപ്പോൾ രണ്ട് കോൺസിക്യൂട്ടീവ് ആയിട്ട് അടുത്തടുത്ത് വരുന്ന രണ്ട് നാച്ചുറൽ നമ്പറുകളുടെ സമ്മ് എപ്പോഴും ഒരു ഓഡ് നമ്പർ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ 1ഉം 2ഉം കൂട്ടി നോക്കൂ, 3 ആണ് വരുന്നത് അല്ലേ, അതൊരു ഓഡ് നമ്പർ ആണ്. അടുത്ത് 2ഉം 3ഉം കൂട്ടി നോക്കൂ, 2 + 3 5 ആണ്, അതും ഒരു ഓഡ് നമ്പർ ആണ്. അങ്ങനെ കേട്ടോ. ഇനി ഓഡ് നമ്പേഴ്സ് ആണ്. വാട്ട് അബൌട്ട് ആഡിങ് 2 ഓഡ് നമ്പേഴ്സ്? അപ്പോൾ രണ്ട് ഓഡ് നമ്പറുകൾ ആഡ് ചെയ്താലോ എന്ന് മിയ ചോദിക്കുകയാണ്. ദേ കാൽക്കുലേറ്റഡ് സം such sums. Can you do the remaining? 1 + 3 4 ആണ്, 3 + 5 8, 7 + 5 12, 3 + 9 12, 11 + 7 18. അടുത്തത് 9 + 11 20, 13 + 15 എന്ത് വരും? 28. വാട്ട് ഇഫ് വി ആഡ് 2 ഓഡ് നമ്പേഴ്സ്? ഇനി രണ്ട് ഓഡ് നമ്പേഴ്സ് ആഡ് ചെയ്താൽ എന്നുള്ളത് നമ്മളിപ്പോൾ കണ്ടല്ലേ. രണ്ട് ഓഡ് നമ്പേഴ്സ് ആഡ് ചെയ്താൽ വരുന്നത് ഇവൺ നമ്പറുകളാണ്. What is the speciality of the sum of 2 odd numbers? Answer: the sum of 2 odd numbers will always be an even number. അപ്പോൾ രണ്ട് ഓഡ് നമ്പറുകൾ കൂട്ടിയാൽ എപ്പോഴും എന്തേ വരുള്ളൂ? ഒരു ഈവൺ നമ്പർ ആണ് ആൻസർ വരിക കേട്ടോ. Now add 2 even numbers. What is the speciality of the sum? 2 + 4 6 ആണ്, 14 + 6 20. Sum of 2 even numbers will always be an even number. രണ്ട് ഓഡ് ഈവൺ നമ്പറുകൾ കൂട്ടിക്കഴിഞ്ഞാൽ ഈവൺ നമ്പർ തന്നെ ആൻസർ വരും.
വാട്ട് അബൌട്ട് ദി സം ഓഫ് എൻ ഓഡ് നമ്പർ ആൻഡ് ആൻ ഈവൻ നമ്പർ? അപ്പോൾ ഓഡ് നമ്പറുകളുടെ സമ്മും ഈവൻ നമ്പറുകളുടെ സമ്മും കൂട്ടിക്കഴിഞ്ഞാലോ, സോറി, ഒരു ഓഡ് നമ്പറും ഒരു ഈവൻ നമ്പറും കൂട്ടിക്കഴിഞ്ഞാൽ എന്താ വരിക നോക്കൂ. അപ്പോൾ ഒരു ഈവൻ തന്നെ വരും. ദി സം ഓഫ് എൻ ഓഡ് നമ്പർ ആൻഡ് ആൻ ഈവൻ നമ്പർ ഓൾവേസ് ബി എൻ ഓഡ് നമ്പർ. ലെറ്റ് സബ്ട്രാക്ട് എഗൈൻ ആൻഡ് എഗൈൻ. നമുക്ക് ഇനി സബ്ട്രാക്ഷൻ നോക്കാം കേട്ടോ. മൈനസ് ചെയ്യുന്നതാണ് സബ്ട്രാക്ഷൻ. നമ്മൾ ഈ തന്നിരിക്കുന്നത് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. ഇത് ഞാൻ വായിക്കുന്നില്ല, ഞാൻ ഇത് പറഞ്ഞു തരാം. വാട്ട് ഇഫ് വി ടേക്ക് എവേ 7? ഇവിടെ ടേക്കിംഗ് എവേ 5 ആൻഡ് ദെൻ 3 ഫ്രം 16 ഓർ ടേക്കിംഗ് എവേ 8 ഫ്രം 16 ലീവ്സ് ദ സെയിം നമ്പർ. അതായത് 16 തന്നിട്ടുണ്ട്, 16ൽ നിന്ന് 5 കുറയ്ക്കുക, പിന്നെ ഒരു 3 കുറയ്ക്കുക, ദെൻ 16ൽ നിന്ന് 8 കുറയ്ക്കുക. നമുക്ക് കിട്ടുന്ന ആൻസർ സെയിം ആണെന്ന് പറയുന്നു. വാട്ട് ഇഫ് വി ടേക്ക് 7 ആൻഡ് ദെൻ 3 ഫ്രം 24? അപ്പൊ 24ൽ നിന്ന് ആദ്യം 7 കുറയ്ക്കുക. അപ്പൊ എന്താ വരിക? 17 വരും. 17ന് വീണ്ടും ഒരു 3 കുറയ്ക്കുക. അപ്പൊ എന്താ വരിക? 14 വരും അല്ലെ. വാട്ട് നമ്പർ ഡു വി ടേക്ക് എവേ ഫ്രം 24 വൺസ്? അപ്പൊ ഇത് 2 തവണ ഇങ്ങനെ കുറയ്ക്കുന്നതിന് പകരം ഒറ്റ തവണ നമുക്ക് കുറച്ചാൽ പോരെ? പറയൂ. ഒറ്റ തവണ 7ഉം 3ഉം കൂടി കൂട്ടിയ 10 വരും. അപ്പൊ ഒറ്റ തവണ 24ന്ന് 10 കുറച്ചാൽ മതി, നമുക്ക് ഈ 14 തന്നെ കിട്ടും. സോ 10 ആണ് നമ്മുടെ ആൻസർ വരുന്നത്. ടു ടേക്ക് എവേ 10 ആൻഡ് ദെൻ 6 ഫ്രം 46, വാട്ട് നമ്പർ ഡു വി ടേക്ക് എവേ ഫ്രം 46 വൺസ് ഇൻസ്റ്റഡ്? അപ്പൊ നമുക്ക് 46ൽ നിന്ന് ആദ്യം 10 കുറയ്ക്കുന്നു, പിന്നെ ഒരു 6 കുറയ്ക്കുന്നു. 16 ആണ്. അപ്പോൾ ഈ 10 + 6 16 ആണ് അല്ലേ. അപ്പൊ 46ൽ നിന്ന് ഡയറക്റ്റ് 16 നമുക്ക് കുറച്ചാൽ എന്ത് വരും? എന്ത് വരും നമുക്ക് വേണ്ട, 16 കുറയ്ക്കാന്ന് മാത്രം മതി കേട്ടോ ആൻസർ. അടുത്തത് ആഡ് ആൻഡ് ഗോ ഹെഡ് ആണ്. ഗോ ഹെഡ്. സി ദ നമ്പേഴ്സ് മിയ ഹാസ് റിട്ടേൺ ഇൻ ഓർഡർ. മിയ എഴുതിയിരിക്കുന്ന നമ്പറുകൾ നോക്കൂ. 1, 3, 5, 7. റൈറ്റ് ദ നെക്സ്റ്റ് നമ്പേഴ്സ്. അടുത്തുള്ള നമ്പറുകൾ എഴുതൂ. ഫൈൻഡ് ദ സ്പെഷ്യാലിറ്റി ഓഫ് ദീസ് നമ്പേഴ്സ്. ആ നമ്പറുകളുടെ സ്പെഷ്യാലിറ്റിയും എഴുതൂ. സ്റ്റാർട്ടിംഗ് വിത്ത് 1 ആൻഡ് ആഡിങ് 2 എഗൈൻ ആൻഡ് എഗൈൻ. അപ്പൊ നമുക്ക് അറിയുന്നുണ്ട് ആദ്യം 1ൽ തുടങ്ങി 2 2 2 ആഡ് ചെയ്യാം. 1 എടുത്തു, 1 കഴിഞ്ഞ് 2ഉം 3, 2 ആഡ് ചെയ്ത് 3 വരും അല്ലെ. 3 എടുത്തു, ദെൻ 2 ആഡ് ചെയ്യൂ, 4 5 5 വരും. 5 എടുത്തു, ദെൻ 2 ആഡ് ചെയ്യൂ, 6 7. അങ്ങനെ 2 2 ആഡ് ചെയ്ത് പോവുക. 9 11 13 ഒക്കെ. അപ്പൊ ഇതാണ് അതിന്റെ പ്രത്യേകത വരിക. ദീസ് നമ്പേഴ്സ് ആർ ഓഡ് നമ്പേഴ്സ്. ഡിഫറൻസ് ഓഫ് 2 നമ്പേഴ്സ് ആർ ഓൾവേസ് 2. നൗ സ്റ്റാർട്ട് ഫ്രം 2 ആൻഡ് ആഡ് 2 എഗൈൻ ആൻഡ് എഗൈൻ. ഇനി നമുക്ക് ഈവൻ നമ്പർ നോക്കാം. അതിലും ഇതേപോലെ 2 ആഡ് ചെയ്ത് പോണം. 2 4 6, പിന്നെ 2 ആഡ് ചെയ്ത് 8 10 12. നിങ്ങൾക്ക് 2ന്റെ ടേബിൾ അറിയില്ലേ? 2ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അറിയുന്നവർക്ക് ഇത് എഴുതാവുന്നതാണ്. 1 2s are 2, 2 2s are 4, 3 2s are 6, 4 2s are 8. കണ്ടോ വന്നിരിക്കുന്ന 5 2s are 10 അങ്ങനെ വരും. വാട്ട് ഈസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് ദീസ് നമ്പേഴ്സ്? ഈ നമ്പേഴ്സിന്റെ സ്പെഷ്യാലിറ്റി, ദീസ് നമ്പേഴ്സ് ആർ ഈവൺ നമ്പേഴ്സ്. വാട്ട് അബൌട്ട് സ്റ്റാർട്ടിംഗ് വിത്ത് 5 ആൻഡ് ആഡിങ് 5 എഗൈൻ ആൻഡ് എഗൈൻ? ഇനി 5ൽ തുടങ്ങി 5 5 കൂട്ടിയിട്ട് പോവുകയാണെങ്കിലോ, 5ൽ സ്റ്റാർട്ട് ചെയ്ത് 10 അങ്ങനെ 5 5 ആഡ് ചെയ്ത് പോവുകയാണെങ്കിൽ 5യുടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അറിയുന്ന ഒരു കുട്ടിക്ക് ഇത് എഴുതാം. അതായത് 1 5s are 5, 2 5s are 10, 3 5s are 15, 4 5s are 20 അങ്ങനെ വരും അല്ലേ. 5 10 15 20 25 30. What is the speciality of these numbers? Difference of 2 numbers are always 5. Starting with 10 and adding 10 again and again. ഇനി 10ൽ തുടങ്ങി 10 10 കൂട്ടിയിട്ട് പോണ നമ്പറുകൾ. അപ്പൊ 10ൽ സ്റ്റാർട്ട് ചെയ്ത് 10 10 ആഡ് ചെയ്ത് പോവുകയാണെങ്കിൽ എന്ത് വരും? 10 20 30 40 50 60 70 80 90 എന്ന് വരും. How many 2-digit numbers have 0 as the second digit? അപ്പൊ അതിന്റെ ആൻസർ 9 ആണ്. റൈറ്റ് നമ്പേഴ്സ് ഇൻ ഓർഡർ ബൈ ആഡിങ് 10 to 1 ആൻഡ് സോ ഓൺ. 1 11 21 31 41 51 അങ്ങനെ പോകും. 61 ഒക്കെ എഴുതാം നമുക്ക്. ഹൗ മെനി 2-digit numbers have 1 as a second digit? ഇനി 1 സെക്കൻഡ് ഡിജിറ്റ് ആയിട്ട് വരണ ഈ എത്ര 2-digit നമ്പറുകൾ ഉണ്ട്? ആൻസർ 9. അടുത്തത് റൈറ്റ് നമ്പേഴ്സ് ഫ്രം 1 to 7 ഇൻ ദ ഓവൽസ്. ഇനി സം ഓഫ് 3 numbers in a line must be 12. അപ്പോൾ 3 ലൈനിലും കൂടി വരുന്ന സമ്മ് 12 ആയിരിക്കണം. ഈച്ച് നമ്പർ ക്യാൻ ബി യൂസ്ഡ് ഓൺലി വൺസ്. ഓരോ നമ്പറും ഒറ്റ തവണയും ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് 4 5 6 നമ്മളെല്ലാ നമ്പറുകളും അങ്ങോട്ട് എഴുതുക. ഒരു വരിയിൽ എല്ലാം കൂട്ടുമ്പോൾ നമുക്ക് എന്ത് വരണം? 12 വരണം. അപ്പൊ നോക്കിക്കോളൂ, ഇവിടെ 5 6 11 + 1 12 വരും. 6 4
10 + 2 12 വരും കണ്ടോ. ഇനി ഈ 7ഉം 4ഉം 1ഉം കൂട്ടിയാലും നിങ്ങൾക്ക് 12 വരും. അതേപോലെ 7 + 2 9 + 3 12. ഏത് ലൈൻ ആഡ് ചെയ്താലും നിങ്ങൾക്ക് എന്ത് വരണം ആൻസർ 12. അടുത്തത് നോക്കൂ, ലുക്ക് അറ്റ് ദ പാറ്റേൺസ് ബിലോ. ഇൻ വിച്ച് ഓഫ് ദം ആർ ദ നമ്പേഴ്സ് ഈ കറക്റ്റ് ഓർഡർ സ്മോൾ ടു ലാർജ്, അതായത് ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതിയിരിക്കുന്നതിൽ നിങ്ങൾ ഒരു ടിക്ക് ഇടാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെയുള്ളത് നമുക്ക് ആദ്യത്തെ 25, 28, 31, 34, 37 അത് കറക്റ്റ് ആണ്. അടുത്തത് കറക്റ്റ് ആണോ? അടുത്തത് കറക്റ്റ് അല്ല. ഇനിയുള്ളത് 52, 58, 64, 70, 76 കറക്റ്റ് ആണ്. 79, 80, 81, 82, 83 അതും കറക്റ്റ് ആണ്. നെക്സ്റ്റ് നമ്പർ പാറ്റേൺസ് ആണ്. ഫൈൻഡ് ഔട്ട് ദ മിസ്സിംഗ് നമ്പേഴ്സ് ഇൻ ദ പാറ്റേൺസ്. തന്നിരിക്കുന്നതിൽ മിസ്സിംഗ് നമ്പേഴ്സ് കണ്ടുപിടിക്കുക. 10, 18, 26, 34. അപ്പൊ നിങ്ങൾ ആദ്യം നോക്കേണ്ടത് ഇതിൽ ഇടയ്ക്കുള്ള വ്യത്യാസം എത്രയാണെന്നാണ്. ഈ 8 ഇരുന്ന് 10 മൈനസ് ചെയ്ത് നോക്കൂ, 8 വരും നിങ്ങൾക്ക് ആൻസർ കേട്ടോ. 8. അതേപോലെ 26 18 മൈനസ് ചെയ്ത് നോക്കൂ, അപ്പോൾ നിങ്ങൾക്ക് 8 വരും. അപ്പൊ ഇവിടെ ഡിഫറൻസ് 8 ആണ്. ആ 8 കൂട്ടി കൂട്ടി എഴുതണം. അപ്പൊ 34 + 8 ചെയ്താൽ നിങ്ങൾക്ക് ഇത് കിട്ടും. എന്ത് വരും? 34 + 8 ചെയ്താ 42 വരും. അടുത്തത് നോക്കൂ, 31, 40, 49. ഇവിടുത്തെ ഡിഫറൻസ് 9 ആണ് കേട്ടോ. 40 31 മൈനസ് ചെയ്ത് നോക്കൂ, 9 വരും. അപ്പൊ 9 49 9 ആഡ് ചെയ്താൽ നമുക്ക് അവിടെ 58 കിട്ടും. ആഡ് 9 ആണ്. അടുത്തത് 88, 82, 76, 70 ആണ്. ഇവിടെ 6 മൈനസ് ചെയ്ത് വരണം. അപ്പൊ 70 ഒരു 6 മൈനസ് ചെയ്താൽ 64 വരും. സബ്ട്രാക്ട് 6 ആണ്. അടുത്തത് 56, 60, 64 4 ആഡ് ചെയ്ത് വരണം. 64 കഴിഞ്ഞാൽ 68 വരും. ആഡ് 4 വരും. അടുത്തത് 95, 89, 83, 77, 71 ആണ്. സബ്ട്രാക്ട് 6 ചെയ്യുക. ലെറ്റ്സ് മേക്ക് നമ്പേഴ്സ്. മിയ ആൻഡ് ഫ്രണ്ട്സ് ആർ മേക്കിംഗ് നമ്പേഴ്സ് യൂസിങ് ഡിജിറ്റ്സ്. അപ്പോൾ മിയയും ഫ്രണ്ട്സും കൂടി ഡിജിറ്റ്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്പേഴ്സ് ഉണ്ടാക്കുകയാണ്. ഈച്ച് ക്യാൻ ടേക്ക് 2 കാർഡ്സ്. ഓരോരുത്തർക്കും 2 കാർഡ്സ് ഉണ്ടാക്കാം. ആൻഡ് മേക്ക് 2 ഡിജിറ്റ് നമ്പേഴ്സ് യൂസിങ് ദീസ് കാർഡ്സ്. അപ്പോൾ ഈ കാർഡുകൾ ഉപയോഗിച്ച് 2 ഡിജിറ്റ് നമ്പറുകൾ ഉണ്ടാക്കണം. മിയ ഗോട്ട് 35. മിയയ്ക്ക് 3, 5 പറഞ്ഞിട്ട് 2 കാർഡുകൾ. അപ്പോൾ മിയ അത് വെച്ചിട്ട് ഏതൊക്കെ നമ്പറുകളാണ് ഉണ്ടാക്കിയത്? 35ഉം 53ഉം. ഹിയർ ആർ ദ കാർഡ് സം അതേഴ്സ് ഗോട്ട്. അപ്പൊ മറ്റുള്ളവർക്ക് കിട്ടിയ ആ കാർഡ്സ് ആണ് കാണിച്ചിരിക്കുന്നത്. 26. അപ്പൊ 26 വെച്ച് നമുക്ക് 2ഉം 6ഉം. അപ്പൊ 26ഉം 62. 9 8, 98ഉം 89ഉം. 5 0. അവിടെ നമുക്ക് 50 മാത്രമേ ഉണ്ടാക്കാൻ പറ്റൂ കേട്ടോ. ഹൗ മെനി 2 ഡിജിറ്റ് നമ്പേഴ്സ് ക്യാൻ ബി മെയ്ഡ് വിത്ത് 4 and 5 നോട്ട് റിപ്പീറ്റിംഗ് ദ ഡിജിറ്റ്സ്. 4ഉം 5ഉം വെച്ച് നമുക്ക് ഉണ്ടാക്കണം. ഡിജിറ്റ്സ് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ 45ഉം 54ഉം വരും. ഇഫ് ദ ഡിജിറ്റ്സ് ക്യാൻ ബി റിപ്പീറ്റഡ്, ഡിജിറ്റ്സ് റിപ്പീറ്റ് ചെയ്യാമെങ്കിൽ നമുക്ക് 45, 54, 44, 55 പറഞ്ഞിട്ട് 4 2 ഡിജിറ്റ് നമ്പേഴ്സ് ആൻസർ ആയിട്ട് കിട്ടും. ഇനി അടുത്തത് 4th ആണ് നമുക്ക് തന്നിരിക്കുന്നത്. എ ഗെയിം ഫോർ 3. ഡ്രോ എ ലൈൻ ഫ്രം എ നമ്പർ ടു എ നിയർ ബൈ നമ്പർ. നോ ഡയഗണൽ ലൈൻസ്. ആഡ് ദ നമ്പേഴ്സ് അതർ ടു ഡു ദ സെയിം. റൈറ്റ് ദ സം ഇൻ ഓർഡർ ലാർജസ്റ്റ് ടു. അപ്പൊ ഇങ്ങനെ അവർ ഈ തന്നിരിക്കുന്ന പോലെ 4 നമ്പറുകൾ വരച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ? അതിന്റെ സമ്മുകൾ കണ്ടുപിടിക്കണം. കൂട്ടിയിട്ട് ആൻസർ കണ്ടുപിടിച്ചിട്ട് എല്ലാത്തിനും എഴുതുക. ദെൻ വലുതിൽ നിന്ന് ചെറുതിലേക്ക് സമ്മുകൾ എടുത്തെഴുതുക. The largest gets 5 points, the next 3 points, and the smallest 1 point. A square joining nearby numbers is a fort. A player completing a fort gets additional 10 points. Your teacher will tell you more about the game. നിങ്ങളുടെ ടീച്ചർ ഈ ഗെയിമിനെ കുറിച്ച് പറയും. നിങ്ങൾ അതിനനുസരിച്ച് എഴുതുക. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ഗെയിം നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. നിങ്ങളുടെ ടീച്ചർ എങ്ങനെയാണോ ഈ ഗെയിം ചെയ്യാൻ പറയണത് അതുപോലെ ചെയ്ത് ഗെയിം കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിന്റെ ബാക്കി നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വാച്ച് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.